ഇന്ത്യയും അമേരിക്കയും 18% താരിഫ് നിരക്കിൽ വ്യാപാര കരാർ ഉറപ്പിച്ചപ്പോൾ ഞെട്ടിയത് നമ്മളുടെ അയൽ രാജ്യക്കാരായ ബംഗ്ലാദേശും പാകിസ്ഥാനുമാണ്. കാരണം ഇന്ത്യ അമേരിക്ക ബന്ധം ശിഥിലമായപ്പോൾ ട്രംപിനെ പരമാവധി കയ്യിലെടുക്കാൻ ശ്രമിച്ച രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും. അവരെക്കാൾ കുറഞ്ഞ താരിഫിൽ ഇന്ത്യ കരാർ ഉറപ്പിച്ചതാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും കാര്യങ്ങൾ അസ്വസ്ഥമാക്കുന്നത്. അഭിമാനം രക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ബംഗ്ലാദേശിന്റെ താൽക്കാലിക ഭരണകൂടത്തിന്റെ നേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരി 9 ബംഗ്ലാദേശ് അമേരിക്ക വ്യാപാര കരാർ പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഫെബ്രുവരി 12 പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നടക്കുന്ന കരാർ പ്രഖ്യാപനം തീർച്ചയായും രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ട് തന്നെയാണ്. ഒരു താൽക്കാലിക ഭരണകൂടം, അതും ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഭരണകൂടം, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കരാറിൽ ഏർപ്പെടുന്നതിന്റെ സാധുത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ കരാർ യാഥാർത്ഥ്യമായാൽ അതിന്റെ ബാധ്യത പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ സർക്കാരിന്റെ തലയിൽ വരികയും ചെയ്യും. എന്നാൽ അമേരിക്കൻ വിധേയത്വമുള്ള മുഹമ്മദ് യൂനിസ് അമേരിക്കയുമായി കരാറിൽ ഏർപ്പെടാൻ പ്രത്യേക താൽപര്യം കാണിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇന്ത്യ കരാർ ഉറപ്പിച്ചപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ബംഗ്ലാദേശാണ്. നേരത്തെ തന്നെ ദുർബല സമ്പദ്ഘടനയുള്ള ബംഗ്ലാദേശിൽ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായതിനു പിന്നാലെ സാമ്പത്തിക രംഗം താറുമാറായിരുന്നു. ഇന്ത്യക്കെതിരെ അമേരിക്ക 50% വരെ താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ ബംഗ്ലാദേശിന് കഴിഞ്ഞ ഏപ്രിലിൽ കിട്ടിയത് 37% താരിഫ്. പിന്നീട് ചർച്ചകളിലൂടെ 35% ഇളവ് ചെയ്തു. ഓഗസ്റ്റിൽ അത് 20% വീണ്ടും കുറച്ചു. ബംഗ്ലാദേശിന്റെ സാമ്പത്തിക അടിത്തറ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന തുണിത്തരങ്ങളാണ്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ 90% ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നാണ്. ട്രംപിനെ അനുനയിപ്പിച്ച് നിലവിലെ 20% താരിഫ് 15% കുറവ് ചെയ്ത് കിട്ടാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ബംഗ്ലാദേശും ഇന്ത്യയും തുണിത്തരങ്ങളടക്കം ഒരേതരം ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ എത്തിക്കുന്നതിനാൽ കുറഞ്ഞ താരിഫ് നിരക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കുറയാൻ കാരണമാകും. ഇത്തരത്തിൽ അമേരിക്കൻ വിപണി ഇന്ത്യ കൈയടക്കുന്നത് ബംഗ്ലാദേശിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. ബംഗ്ലാദേശ് അമേരിക്കയിലേക്ക് പ്രതിവർഷം കയറ്റി അയക്കുന്ന തുണിത്തരങ്ങൾ മാത്രം ഏകദേശം 8.4 ബില്യൺ അമേരിക്കൻ ഡോളർ വരും. എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് $2 ബില്യൺ സാധനങ്ങൾ മാത്രമാണ്. ഈ അന്തരം പരിഹരിക്കാനാണ് ബംഗ്ലാദേശിനെതിരെ 37% വരെ താരിഫ് ട്രംപ് പ്രഖ്യാപിച്ചത്. ബംഗ്ലാദേശിലെ 50 ലക്ഷത്തോളം പേർ ഉപജീവനം കണ്ടെത്തുന്നത് ടെക്സ്റ്റൈൽ മേഖലയിലാണ്. ബംഗ്ലാദേശ് കയറ്റുമതിയിലൂടെ സമാഹരിക്കുന്ന തുകയുടെ 80%-വും രാജ്യത്തിന്റെ ആകെ വരുമാനത്തിന്റെ 20%-വും ടെക്സ്റ്റൈൽ രംഗത്ത് നിന്നാണ്. മുഹമ്മദ് യൂനിസ് സർക്കാരും ട്രംപ് ഭരണകൂടവുമായി നടത്തിയ ചർച്ചയിൽ 2025 മധ്യത്തോടെ വ്യാപാര കരാർ സംബന്ധിച്ച് ധാരണയായിരുന്നു. എന്നാൽ ഇതിന്റെ വ്യവസ്ഥകൾ പുറത്തുവിട്ടിട്ടില്ല. ഇരു കൂട്ടരും അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് ഇക്കാര്യം കൈകാര്യം ചെയ്തത്. കരാറിന്റെ കരട് റിപ്പോർട്ട് ബംഗ്ലാദേശ് സർക്കാർ വിവിധ മന്ത്രാലയങ്ങൾക്കോ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട പ്രമുഖർക്കോ കൈമാറിയിട്ടില്ല. കരാറിൽ ബംഗ്ലാദേശ് ജനതയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒന്നുമില്ലെന്നും അമേരിക്കൻ അധികൃതരുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ കരാർ വ്യവസ്ഥകൾ പുറത്തുവിടുമെന്നുമാണ് വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ വാണിജ്യകാര്യ ഉപദേശകൻ ബഷീർ ഉദ്ദീൻ പ്രതികരിച്ചത്. കരാറിൽ സുതാര്യത ഇല്ലാത്തതിനാൽ വ്യവസ്ഥകൾ എത്രമാത്രം ബംഗ്ലാദേശിന് അനുകൂലവും പ്രതികൂലമാകും എന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്നാൽ ബംഗ്ലാദേശിന് അമേരിക്ക കർശന വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. മ്യാൻമാർ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ചിറ്റഗോങ്ങിൽ സൈനിക താവളം സ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് താൽപ്പര്യമുണ്ട്. എന്നാൽ ഇതിന് ഇതുവരെ ബംഗ്ലാദേശ് അനുമതി നൽകിയിട്ടില്ല. അതേസമയം മുഹമ്മദ് യൂനിസ് ഭരണകൂടം ചൈനയോട് വളരെ സൗഹൃദ സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചൈനയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി പൂർണ്ണമായി ഉപേക്ഷിക്കുകയും പകരം അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങണം എന്നുള്ളതാണ് അമേരിക്ക വച്ചിരിക്കുന്ന വ്യവസ്ഥകളിൽ പ്രധാനമായിട്ടുള്ളത്. അമേരിക്കൻ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ നികുതിരഹിതമായി ബംഗ്ലാദേശ് വിപണിയിലെത്തും. ഇവയുടെ ഗുണനിലവാരവും സുരക്ഷയും സംബന്ധിച്ചുള്ള അമേരിക്കൻ മാനദണ്ഡം ബംഗ്ലാദേശ് അംഗീകരിക്കേണ്ടി വരും. അമേരിക്കൻ നിർമ്മിത വാഹനങ്ങൾക്കും നിയന്ത്രണങ്ങളോ ഗുണനിലവാര പരിശോധനകളോ പാടില്ലെന്നും അമേരിക്ക വ്യവസ്ഥ ചെയ്യുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്തിട്ടും സൈനിക മേധാവി അസീം മുനീറിന് ട്രംപ് വിരുന്ന് സൽക്കാരം നടത്തിയിട്ടും ഇന്ത്യയെ അപേക്ഷിച്ച് അനുകൂലമായ വ്യാപാര കരാർ സാധ്യമാകാത്തതിൽ പാകിസ്ഥാനുള്ളിലും അമർഷം പുകയുകയാണ്. യൂറോപ്യൻ യൂണിയൻ, UK, ന്യൂസിലാൻഡ് തുടങ്ങി ചരിത്രപരമായ വ്യാപാര കരാറുകൾ സാധ്യമാക്കിയ ശേഷമാണ് ഇന്ത്യ അമേരിക്കയുമായി വ്യാപാര കരാറിൽ ധാരണയായത്.
ഇന്ത്യ 18% താരിഫ് ഉറപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ അത് 19%. ട്രംപിന്റെ ഗസ സമാധാന ദൗത്യത്തിലും ബോർഡ് ഓഫ് പീസിലും പാകിസ്ഥാൻ പ്രത്യേക താൽപ്പര്യമെടുത്താണ് ഭാഗമായത്. എന്നാൽ ട്രംപിനെ പ്രീണിപ്പിക്കാൻ പ്രത്യക്ഷത്തിൽ ഇത്തരത്തിലൊരു നടപടിയും എടുക്കാതെ ഇന്ത്യ കുറച്ചുകൂടി മെച്ചപ്പെട്ട കരാർ നേടിയെടുത്തതാണ് പാകിസ്ഥാനെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അനുകൂലമായ കരാർ വ്യവസ്ഥകൾ ലഭിക്കുന്നതിന് ട്രംപിനെ സ്വാധീനിക്കാനായി പാകിസ്ഥാൻ കോടികൾ ലോബിയിങ് സ്ഥാപനങ്ങൾക്കായി ചെലവഴിച്ചെന്നും വാർത്തകളുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ അമേരിക്കൻ മധ്യസ്ഥത ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ട്രംപിന്റെ അവകാശവാദങ്ങളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിലെ അമൂല്യ ധാതുസമ്പത്തുകൾ ഖനനം ചെയ്യാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകുന്ന കരാറിലും പാകിസ്ഥാൻ ഏർപ്പെട്ടു. ഇക്കാര്യത്തിൽ ഉറ്റ സൗഹൃദ രാഷ്ട്രമായ ചൈനയെ പിണക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ നിലപാടെടുത്തത്. ഷഹബാസ് ഷെരീഫ് ഭരണകൂടത്തിന്റെ കഴിവില്ലായ്മയ്ക്കെതിരെ വ്യാപക സോഷ്യൽ മീഡിയ പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യ പ്രതിപക്ഷമായ തെഹ്രീക്കെ ഇൻസാഫ് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണം നടത്തിയത്. സർക്കാരിന്റെ വിദേശ നയത്തിലെ ദയനീയ പരാജയമെന്നാണ് വിലയിരുത്തൽ. ആധുനിക കാലത്തെ നയതന്ത്രം എന്ന് പറയുന്നത് വ്യക്തിബന്ധത്തെയോ സൗഹൃദത്തെയോ അടിസ്ഥാനമാക്കിയല്ല, അതത് രാജ്യങ്ങളുടെ സാമ്പത്തിക ശക്തി, താരിഫ്, വിപണി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാർ ഇക്കാര്യങ്ങൾക്കുള്ള പ്രത്യക്ഷ ഉദാഹരണമാണെന്നും തെഹ്രീക്കെ ഇൻസാഫ് ചൂണ്ടിക്കാണിക്കുന്നു. അന്ധമായ ആരാധന കൊണ്ടോ ഫോട്ടോഷൂട്ട് കൊണ്ടോ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലെന്നും പാകിസ്ഥാനുള്ളിൽ വിമർശനമുയരുകയാണ്.